ഇന്ന് ശംഖുപുഷ്പം കൊണ്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയാലോ? 10-20 ശംഖുപുഷ്പം ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചു. സോപ്പ് ഉണ്ടാക്കാനായിട്ട് 100 ഗ്രാം സോപ്പേസാണ് ഞാൻ എടുത്തത്. ഒരു 6 ml ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ്, 3-4 തുള്ളി ഗ്ലിസറിൻ, ഒരു വൈറ്റമിൻ ഇ ക്യാപ്സുളാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. 100 ഗ്രാം സോപ്പ് ബേസിന് ടോട്ടൽ 10 ml വരെ ചേർക്കാം. മെൽറ്റായ സോപ്പ് ബേസിലേക്ക് ഞാൻ ഇൻഗ്രീഡിയൻസ് ചേർത്തു. ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ പർപ്പിൾ കളർ മാറി ഒരു ബ്ലൂ ഗ്രീൻ കളറായി. വെച്ച് ഞാൻ ലാവൻഡർ എസൻഷ്യൽ ഓയിലാണ് ഇതിൽ ചേർത്തത്. 4 തുള്ളി എസൻഷ്യൽ ഓയിൽ ചേർത്തു. മോൾഡിൽ ഒഴിച്ച് പതയൊക്കെ മാറ്റി സെറ്റ് ചെയ്യാൻ വെച്ചു. സെറ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. 4-5 പൂവുണ്ട്. ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 4-5 പൂ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഞാൻ ഊറ്റിയെടുത്തു. നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശംഖുപുഷ്പത്തിൻ്റെ ഈ ബ്ലൂ കളർ എക്സ്ട്രാക്റ്റ് ഞാൻ കുറച്ച് ലൈം ജ്യൂസിലേക്ക് ചേർത്തപ്പോൾ പർപ്പിൾ കളറായി മാറുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. നല്ല പർപ്പിൾ കളർ ജ്യൂസ് കിട്ടി. ബാക്കിയിരുന്ന ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ഞാൻ ഒന്നുകൂടി തിളപ്പിച്ച് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് ഒന്ന് കുറുക്കി പറ്റിച്ചെടുത്തു. അതിൽ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ നല്ല ഡീപ്പ് കളർ സോപ്പ് എനിക്ക് കിട്ടി. ഇതൊക്കെയാണ് ഞാൻ ശംഖുപുഷ്പത്തിൽ കൊണ്ടുണ്ടാക്കിയ സോപ്പുകൾ. താങ്ക് യു.